ഹായ് ഗായ്സ്, ഗിൽബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 മത്സരാർത്ഥികളാണുള്ളത്. ഈ 8 പേരിൽ നിന്ന് 1-2 മത്സരാർത്ഥികൾ ഈ ആഴ്ചയിൽ പുറത്തു പോകും. അതെന്തായാലും നാളെ ലാലേട്ടന്റെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സന്ദർശിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആരാണ് പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിയെ കൂടെ ഈ വീഡിയോ അടിയിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷന് യാതൊരു മാറ്റവുമില്ല. മണിക്കൂറുകൾ അത്ഭുതമൊന്നും നടന്നില്ലെങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും ഒന്നാം പൊസിഷനിൽ തുടരുക. നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്നുണ്ട്. ഈ സീസണിൽ ജേതാഭാഗമെന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. 5,70,70,600 വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ജിൻഡോ. രണ്ടാം പൊസിഷനിൽ ജാസ്മിൻ തന്നെ തുടരുകയാണ്. ജാസ്മിൻ ഇപ്പോൾ നല്ലൊരു ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിൻഡോയുടെ ഏകദേശം അടുത്തെത്താൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 4,83,450 വോട്ട് നേടി ജിൻഡോയ്ക്ക് വെല്ലുവിളി ഉയർത്തി രണ്ടാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ജാസ്മിൻ. മൂന്നാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. ജാസ്മിന് ഒരു വെല്ലുവിളി ഉയർത്താൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമായിട്ട് മുന്നേറുകയാണ് അഭിഷേക്. ഇപ്പോൾ 4,78,521 ബലത്തിലാണ് മൂന്നാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. ഏകദേശം ജാസ്മിനുമായി അടുത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നാലാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ 5-ാം പൊസിഷനിലായിരുന്ന അർജുൻ വോട്ടിങ്ങിന്റെ തുടക്കത്തിൽ അൻസിബയെ അട്ടിമറിച്ച് 4-ാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 4,24,877 ബലത്തിൽ 4-ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ അർജുൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 5-ാം പൊസിഷനിൽ ഇപ്പോഴും അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബ ഒരിടയ്ക്ക് ഒന്ന് പിന്നിലേക്ക് പോയിരുന്നെങ്കിലും ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അർജുനുമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അൻസിബയ്ക്ക് മോഡിലേക്ക് കയറി വരാം. ഇപ്പോൾ 4,23,786 വോട്ട് നേടി 5-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6-ാം പൊസിഷനിൽ ഋഷി തന്നെ തുടരുകയാണ്. ഋഷിയുടെ ഏകദേശം സേഫ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. നല്ലൊരു വോട്ട് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നേരത്തെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെ ആയിരുന്നു. എന്നാലും ഇവിടെ ഇപ്പോൾ ഒരു 1000-ന് മുകളിൽ വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 3,20,111 വോട്ട് നേടി 6-ാം പൊസിഷനിൽ സേഫായി തന്നെ തുടരുകയാണ്. 7-ാം പൊസിഷനിൽ ശ്രീതുവാണ്. ശ്രീതു ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനാണ്. ഈ ആഴ്ച പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് ശ്രീതു. 3,19,731 വോട്ടുണ്ട്. ഏകദേശം 1000 വോട്ടിന്റെ ഡിഫറൻസ് നമ്മുടെ ഋഷിയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ് ശ്രീതുവിന്. ഇപ്പോൾ 7-ാം പൊസിഷനിൽ തന്നെ തൃപ്തിയടയുകയാണ് ചെയ്തിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്സര. എന്നാൽ ഇത്തവണയും വളരെ വലിയൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അപ്സരയെ കൊണ്ട് സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടെ മണിക്കൂറുകളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു ഏകദേശ ചിത്രം വ്യക്തമാവും. ഇപ്പോൾ 3,18,264 വോട്ട് നേടി 8-ാം പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട്.